GCC വാർത്തകൾ brought to you by ന്യൂ ബോംബെ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ 13 അബുദാബി. നമസ്കാരം. GCC വാർത്തകൾ. ഇലക്ട്രിക് ഹൈഡ്രജൻ ഊർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ബസ്സുകൾ അടുത്ത മാസം അബുദാബി നഗരത്തിൽ ഓടിത്തുടങ്ങും. ഹരിത പൊതുഗതാഗത ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് തലസ്ഥാന നഗരിയിൽ ഹൈഡ്രജൻ ബസ്സുകൾ സർവീസ് നടത്തുകയെന്ന് സംയോജിത ഗതാഗത കേന്ദ്രത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ അറിയിച്ചു. 2030 അബുദാബിയിലെ പൊതുഗതാഗതത്തിന്റെ 20% ഹരിതവൽക്കരിക്കുകയാണ് അബുദാബിയുടെ ലക്ഷ്യമെന്നും 2050 ഇത് 100% പരിസ്ഥിതി സൗഹൃദമാക്കി മാറ്റുമെന്നും സംയോജിത ഗതാഗത കേന്ദ്രത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന പൊതുഗതാഗത കാര്യവകുപ്പിലെ ഓൾട്ടർനേറ്റീവ് സസ്റ്റൈനബിൾ മൊബിലിറ്റി വിഭാഗം മേധാവി അനാൻ അലംഡി പറഞ്ഞു. ഏതൊക്കെ റൂട്ടുകളിലാണ് ഇലക്ട്രിക് ഹൈഡ്രജൻ ബസ്സുകൾ ഓടുകയെന്ന് അവർ വെളിപ്പെടുത്തിയില്ല. അബുദാബിയിൽ മാത്രമാകും ഇപ്പോൾ ഈ ബസ്സുകൾ ഓടുകയെന്നും നിലവിലെ യാത്രാക്കൂലിയാണ് ഇതിന് ബാധകമാവുകയെന്നും അദ്ദേഹം പറഞ്ഞു. New Bombay Workshop, A to Z automobile repair under one roof. One of the authorized service partners of Bosch Cars. High quality maintenance, repairs and timely service for light and heavy vehicles. We provide 24 hours recovery service. New Bombay Workshop, Industrial Area, Musafa 13, Abu Dhabi. Call or WhatsApp 050-444-2423. പുതിയ അധ്യയന വർഷാരംഭത്തിൽ വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കി അജ്മാൻ പോലീസ്. ഇതിന്റെ ഭാഗമായി അജ്മാൻ പോലീസിന്റെ ജനറൽ കമാൻഡ് സ്കൂൾ ക്ലസ്റ്റർ ഏരിയകളിൽ ട്രാഫിക് സുരക്ഷിതമാക്കുന്നതിനുള്ള സമഗ്രമായ പദ്ധതി നടപ്പിലാക്കി. അജ്മാൻ എമിറേറ്റിൽ സുരക്ഷിതവും അപകടരഹിതവുമായ ഒരു അധ്യയന വർഷം ഉറപ്പാക്കാൻ ആവശ്യമായ മുന്നൊരുക്കങ്ങളാണ് പോലീസ് തയ്യാറാക്കിയത്. തിരക്കുള്ള സമയങ്ങളിലെ ഗതാഗത കുരുക്ക് കുറയ്ക്കാനും സ്കൂളുകളിലേക്കും തിരിച്ചുമുള്ള യാത്രകളിൽ വിദ്യാർത്ഥികളുടെ സുഗമമായ ഗതാഗതം ഉറപ്പാക്കാനും അജ്മാൻ പോലീസ് എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്ന് ട്രാഫിക് ആൻഡ് പട്രോൾ വിഭാഗം മേധാവി ലഫ്റ്റനന്റ് കേണൽ ഫൗദ് യൂസഫ് അൽ ഖാജ പറഞ്ഞു. അടിയന്തര അപകടങ്ങളോടുള്ള പ്രതികരണത്തിന്റെ വേഗം വർദ്ധിപ്പിക്കുന്നതിന് അജ്മാൻ എമിറേറ്റിലെ വിവിധ പ്രദേശങ്ങളിലെ എല്ലാ സ്കൂളുകളിലേക്കും പ്രവേശന കവാടങ്ങളിൽ പട്രോളിംഗ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളും വെള്ളപ്പൊക്കം അപകടം വിതയ്ക്കാനിടയുള്ള മേഖലകളും കണ്ടെത്താൻ പദ്ധതിയുമായി കാർഷിക മത്സ്യ ജലവിഭവ മന്ത്രാലയം. അപകട മേഖല ഭൂപടം തയ്യാറാക്കാൻ മന്ത്രാലയം കൺസൾട്ടൻസിയെ ചുമതലപ്പെടുത്തി. ഇതിനായി 2 വർഷ കാലയളവാണ് നൽകിയിട്ടുള്ളത്. വെള്ളപ്പൊക്ക മേഖലകൾ കണ്ടെത്തുക, അപകട സാധ്യതയും വെള്ളം ഒഴുകിപ്പോകുന്ന പ്രധാന വാദികളും ഉപവാദികളും അടയാളപ്പെടുത്തുക, അവയെ ഭൂമിശാസ്ത്രപരമായി തിരിച്ചറിഞ്ഞ് ഉയർന്ന അപകട സാധ്യത, ഇടത്തരം അപകട സാധ്യത, കുറഞ്ഞ അപകട സാധ്യതയുള്ളവ എന്നിങ്ങനെ വേർതിരിക്കുക തുടങ്ങിയവയാണ് കൺസൾട്ടൻസിയുടെ പ്രധാന ചുമതല. അപകടകരമായ കാലാവസ്ഥ അനുഭവപ്പെടാനിടയുള്ള സമയങ്ങളിൽ ദേശീയ ദുരന്ത നിവാരണ ഏജൻസിക്ക് ജനജീവിതവും സമ്പത്തും സംരക്ഷിക്കാനുള്ള നടപടികൾ എളുപ്പമാക്കാൻ മാപ്പ് സഹായിക്കും. ഇതോടെ GCC വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. GCC വാർത്തകൾ brought to you by ന്യൂ ബോംബെ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ 13 അബുദാബി.